ഹായ് അസ്സാം വലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് ഡ്രൈ ഫ്രൈ. പിന്നെ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ടും വെറുതെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് ഇപ്പോൾ ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുള്ളത് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴുകി വെള്ളമൊക്കെ വാർത്ത് എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വേണമെന്നില്ല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും വേവുമ്പോൾ. നമുക്ക് എന്നാൽ കുറച്ച് ഒന്ന് സേഫ്റ്റിക്ക് അടി പിടിക്കാതിരിക്കാനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഞാനിപ്പോൾ കുക്കറിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്ത്. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം കമ്മിയാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലോ വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ നേരം വേവിക്കാം. അപ്പോൾ വിസിൽ അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, ഓരോ ബീഫിനും ഓരോരോ വേവായിരിക്കുമല്ലോ. അപ്പോൾ സാധാരണ ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓരോ കുക്കറും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ ഒരു വിസിലടിച്ച് ഇത് ഒരു അരമണിക്കൂർ വേവിക്കും കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് വേവായിരിക്കും എനിക്ക്. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ബീഫ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. പക്ഷേ ജസ്റ്റ് ആ പൊടികളൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ. ഒരുപാട് എണ്ണയിൽ മുക്കിയൊന്നും പൊരിക്കുന്നില്ല. ഇതുപോലെ ജസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഒരുപാട് ചേർക്കണ്ട, കുറേശ്ശെ. ഇനി മുളക് പൊടി ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമില്ലാതെ അത് പീസ് മാത്രം കോരിയിട്ടാൽ മതി. പിന്നെ ഇതിൽ നല്ല ജീരകം ഇഷ്ടമുള്ളവർക്ക് നല്ല ജീരകം, വലിയ ജീരകം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ. പിന്നെ അപ്പോൾ ഞാൻ ഇത്രയേ ഇടലുള്ളൂ. ഇത് നല്ല ഫ്രൈ ആകും, നല്ല ടേസ്റ്റിയാണ്. വെറുതെ കട്ടൻ ചായൻ്റെ കൂടെ നമുക്ക് പെരുന്നാൾ സമയത്ത് ഒരുപാട് ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ, പിന്നെ പഴയ ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തിരുന്നത്. അന്നൊന്നും ഫ്രിഡ്ജ് എടുത്ത് വെക്കാനൊന്നുമില്ലല്ലോ. ഇതുപോലെ കുറഞ്ഞ മസാലപ്പൊടി ഇട്ട് മൊത്തമായിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ പിന്നെ കുറേശ്ശെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കഴിക്കും, നല്ല ടേസ്റ്റ് കാരം. അപ്പോൾ ഇതാപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ വറ്റി, വെള്ളം ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ അടുപ്പിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ചൂട് തട്ട ഇങ്ങനെ ഫ്രൈ ആയി വരും കേട്ടോ. കണ്ടോ, അപ്പോൾ എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെയും വെറുതെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അധികം മസാല ഇട്ടാൽ നമുക്ക് ഇതുപോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് ചോറിൻ്റെ സൈഡിൽ വെച്ച് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ നല്ല ബീഫ് മാത്രം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് കുറഞ്ഞ മസാല ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റായിരിക്കും ചൂടാക്കി കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.